ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ദിഗന്ധങ്ങളിൽ നിന്ന് മാറ്റൊലി കൊള്ളത്തക്ക വിധത്തിലുള്ള ആർപ്പ് ധർമ്മരാജാവ് കേട്ടു. ശത്രുവിൻ്റെ വിജയവും തൻ്റെ പടകളുടെ പരാജയവും ഊഹിച്ചറിഞ്ഞ പ്രഭുവായ യമൻ ചുവന്നുകൊണ്ട് സൂതനോട് രഥമുടനെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അതിവേഗത്തിൽ സൂതൻ ദിവ്യമായ തേർ മുന്നിലെത്തിച്ചു. അമേയ തേജസ്സുള്ള അന്തകൻ പള്ളിത്തേരിലേറി മുൾത്തടിയും പാശവും എടുത്തു. എന്നും ത്രൈലോക്യങ്ങളെ മുടിക്കുന്നത് ഈ മൃത്യുവാണ്. തേജസ്സുകൊണ്ട് അഗ്നിയെപ്പോലെ കത്തുന്നതും ദിവ്യവുമായ യമായുധം കാലദണ്ഡ് ശരീരരൂപത്തിൽ സമീപത്തു നിന്നു. കാലപാശങ്ങൾ ചുറ്റും നിറന്നു. 3 ലോകവും കുലുങ്ങി. അമരന്മാർ കൂടി വിറച്ചു. ഏതൊരുവനും ഭയമേകുന്ന യമൻ അത്തരത്തിൽ അരിശമാർന്നു നിൽക്കുന്നത് അതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല. രക്തവർണ്ണങ്ങളായ ഉത്തമാശ്വങ്ങളെ സൂതൻ തെളിച്ചു. ഘോരസിംഹനാദത്തോടെ രക്ഷോവര സമീപത്തിലെത്തി. പച്ച കുതിരകൾക്ക് തുല്യമായ ആ അശ്വങ്ങൾ മനോവേഗത്തിൽ തന്നെ അന്ധകനെ സങ്കരസ്ഥലത്തെത്തിച്ചു കഴിഞ്ഞു. അത്യുജ്വല വികൃത രൂപത്തിൽ രഥത്തിലിരിക്കുന്ന മൃത്യുവിനെ കണ്ടതും രാക്ഷസേന്ദ്ര സജീവന്മാർ പിന്തിരിഞ്ഞതും ഒപ്പം കഴിഞ്ഞു. പേടിച്ച 2 വെളിവില്ലാത്ത അവർ ഞങ്ങൾക്കിവിടെ പൊരുതുവാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് ഓരോ ദിക്കിലേക്കും ഓടി ഒളിച്ചു. ജഗത് ഭീതിജനകമായ ഭീകര തേര് കണ്ടിട്ടും ദശഗ്രീവന് കുലുക്കമുണ്ടായില്ല. ഭയം ലേശം പോലുമില്ലാതെ സുസ്ഥിരനായി നിന്നു. യമൻ രാവണനോട് ഏറ്റു. തോമരങ്ങൾ, വേലുകൾ എന്നിവ ചാട്ടി രാവണന്റെ മർമ്മങ്ങൾ പിളരത്തക്ക വിധം ആയുധജാലങ്ങളെ അന്ധകനയച്ചു. എന്നാൽ അരക്കനായകൻ കാർമേഘങ്ങൾ ചൊരിയുന്നത് പോലെ അസ്ത്രങ്ങൾ സൂര്യാത്മജന്റെ തേരിലേക്ക് പൊഴിച്ചുകൊണ്ട് സ്വസ്ഥാനത്തു തന്നെ നിന്നു. അത്യുഗ്രമായ വേൽ അന്ധകൻ അസുരവരന്റെ വിശാല വക്ഷസിൽ പ്രയോഗിച്ചപ്പോൾ അതിനെ തടുക്കുവാനോ പ്രതിക്രിയ ചെയ്യുവാനോ സാധിക്കാതെ പീഡിതനായി. ശത്രുഞ്ജയനായ യമധർമ്മൻ നാനാതരത്തിലുള്ള ശസ്ത്രങ്ങളാൽ പ്രഹരിച്ചുകൊണ്ട് ദിവസങ്ങൾ 7 കഴിഞ്ഞു. വെളിവറ്റ വിധം രാവണനൊന്ന് പിന്തിരിയുക തന്നെയുണ്ടായി. യമനിശാചരന്മാരുടെ പോരിനെ വിവരിക്കുവാൻ സാധ്യമാകാത്ത വിധമായി അത്രമാത്രം കഠിന യുദ്ധമാണ് അവർ ചെയ്തത്. വിജയം മാത്രം വരിക്കുന്നവരാണ് 2 പേരും. ഒരിക്കലും പിന്മാറാത്തവരാണ് അടർക്കളത്തിൽ നിന്ന്. ദേവന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ഋഷീന്ദ്രന്മാർ എന്നിവർ വിധാതാവിനെ മുൻനിർത്തി പടക്കളം അണഞ്ഞു. ലോകത്തിനാകെ പ്രളയം വന്നതായിട്ടാണ് തോന്നിയത്. പ്രേതനാഥൻ്റെയും രാക്ഷസോത്തമൻ്റെയും പോര് അത്രയും നിസ്തുല്യമായിരുന്നു. ഇന്ദ്രവജ്ര തുല്യമായ വില്ലിൽ നിന്ന് ആശരേശൻ ചെറുനാണൊലി മുഴക്കി അയച്ച അമ്പുകൾ കൊണ്ട് അമ്പരതലമാകെ മൂടി. യമസമീപത്തിലുള്ള മൃത്യുവിനെ 4 ശരങ്ങളെ കൊണ്ട് പരിക്കേൽപ്പിച്ചു. 7 അസ്ത്രങ്ങൾ കൊണ്ട് സൂതനെ വിഷമിപ്പിച്ചു. 100,000 അമ്പുകൾ യമന്റെ മർമ്മങ്ങളെ പിളർത്തി. സൂര്യസുതന്റെ വക്ത്രത്തിൽ നിന്ന് ജ്വാല ഉൾക്കൊള്ളുന്ന ക്രോധാഗ്നി ഉദിച്ചു. നെടുവീർപ്പുകൾ പുകകളായി മാറി. ആശ്ചര്യകരമായ അതിനെ ദേവസന്നിധാനത്തിൽ നിൽക്കുന്ന മൃത്യുവും കാലനും കണ്ട് അതിക്രോധമാണ്ടു. അരിശമടക്കാൻ കഴിയാത്ത മൃത്യുക്രുദ്ധാന്തനോട് ഉണർത്തി, പ്രഭോ, എന്നെ വിടൂ. മഹാപാപിയായ അരക്കനെ ഞാൻ ഈ അടരിൽ ഹനിക്കാം. പ്രകൃതിയുടെ നിയമമാണിത്. ഹിരണ്യകശിപു, ശ്രീമാനായ നമുജി, ശംഭരൻ, വിസന്ധി, ധൂമകേതുക്കൾ, വിരോചനപുത്രനായ ബലി, മഹാരാജനായ ശംഭുദൈത്യൻ, പൃത്രൻ ബാണൻ, ശാസ്ത്രജ്ഞന്മാരായ രാജഋഷിമാർ, ഗന്ധർവന്മാർ, ഉരഗോത്തമന്മാർ, ഋഷീന്ദ്രന്മാർ, പന്നകമുഖ്യന്മാർ, ദൈത്യന്മാർ, അപ്സരസുകൾ, യക്ഷന്മാർ, യുഗാന്തകാലത്തിൻ്റെ ഊഴത്തിൽ ഈ പാർത്തലം, അപാരസാഗരം, വൻ നദികൾ, മാമലകൾ, വൻ മരങ്ങൾ എന്നിവ മാത്രമല്ല, ദുർജയരായ അമേയ ശക്തന്മാരും എൻ്റെ നോട്ടത്തിൽ അറുതിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പിന്നെയാണോ ഈ നക്തഞ്ചരൻ? ധർമ്മജ്ഞനായ അവിടുന്ന് അനുവദിക്കൂ, എന്നെ അയക്കൂ. ഇവനെ ഞാൻ നിഗ്രഹിക്കാം. എത്രമാത്രം പ്രബലനായാലും ഞാൻ നേരിട്ടു നോക്കിയാൽ പിന്നെ പ്രാണൻ ധരിക്കുകയില്ല. അതെൻ്റെ ശക്തിയല്ല, പ്രകൃതിയുടെ നിയമമാണ്. ഈ സൗരമണ്ഡലത്തിലുള്ള ഒരുവനും എൻ്റെ നോട്ടം തട്ടിയാൽ പിന്നെ ജീവിക്കുകയില്ല. ഇപ്രകാരം മൃത്യു പറയുന്നത് കേട്ട ആ പ്രതാപി ധർമ്മരാജാവ് അരുളി ചെയ്തു, പോകാൻ വരട്ടെ, അവിടെ നിൽക്കൂ, ഞാൻ ഇവനെ ഹനിച്ചുകൊള്ളാം. വൈവസ്വത പ്രഭുവിൻ്റെ കണ്ണുകൾ ചെഞ്ചോര നിറമാർന്നു. ഒരിക്കലും പാഴായി തീരാത്ത കാലദണ്ഡ് എടുത്തുനിന്ന് ചുഴറ്റി. കാലപാശങ്ങൾ അതിൽ നിന്ന് ചുറ്റിൽ എപ്പോഴുമുണ്ട്. മൂർത്തിമത്തായ മുൾത്തടി അഗ്നിപ്രഭ ചിന്നിക്കൊണ്ട് അടുത്തു തന്നെയുണ്ട്. ഇതൊന്നു കണ്ടാൽ ഏതൊരു പ്രാണിയുടെയും ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടും, സംശയമില്ല. തൊടുകയോ കൊള്ളുകയോ ചെയ്താൽ പിന്നത്തെ സ്ഥിതി പറയേണ്ടതില്ലല്ലോ.
അതുല്യനായ അന്ധകന്റെ ബാഹുസ്പർശം കൊണ്ട് ദിവ്യായുധം അരക്കനെ എരിക്കുന്ന മട്ടിൽ ഒന്നാളി കത്തി. പോർക്കളത്തിലുള്ള സകല പേരും പേടിച്ച് ഓടി ഒളിച്ചു. യമദണ്ഡ് ഓങ്ങിയ കൃതാന്തനെ കണ്ട അമരന്മാർ ആകെ ഇളകി. കാലദണ്ഡ് കൊണ്ട് രാവണനെ അടിക്കുവാൻ ഒരുങ്ങിയപ്പോൾ പിതാമഹൻ പെട്ടെന്ന് പ്രത്യക്ഷനായി യമനോട് അരുളി, മഹാബാഹുവായ വൈവസ്വത, അരുത് അരുത്. അതുല്യ വിക്രമിയായ അങ്ങേക്ക് ഈ ആയുധത്താലും അസുരനെ കൊല്ലാൻ സാധിക്കുന്നതല്ല. അത്തരത്തിലുള്ള വരമാണ് ഞാൻ അവന് കൊടുത്തിട്ടുള്ളത്. ദേവകേസരിയായ അങ്ങ് എൻ്റെ വാക്ക് അസത്യമാക്കി തീർക്കരുത്. ദേവനോ മനുഷ്യനോ എൻ്റെ വാക്കുകളെ മിഥ്യയാക്കിയാൽ ത്രൈലോക്യത്തിലെ വാക്കുകളെല്ലാം അസത്യമായി തീരും. സംശയമില്ല. പ്രിയമുള്ളവരോ അപ്രിയം ഉള്ളവരോ ആരിലായാലും ഈ വരായുധത്തെ അങ്ങ് കോപത്തോടെ അയച്ചാൽ കൊന്നൊടുക്കുക തന്നെ ചെയ്യും. അത്രമാത്രം ഘോരവും ത്രൈലോക്യ ഭീഷണവുമാണിത്. ഏതൊരു ദേഹിയായാലും അമിത പ്രഭയാർന്ന ഇത് തട്ടിയാൽ പാഴാകുകയില്ല. ഇതിൻ്റെ മുന്നിൽ മൃത്യു നിൽക്കുന്നുണ്ട്. ഞാൻ നിർമ്മിച്ചു തന്ന ഈ അജയ്യ യമദണ്ഡിനെ രാവണന്റെ ശിരസിൽ വീഴ്ത്തരുതേ. ഇത് വീണാൽ അല്പസമയം പോലും ഒരു ജീവിക്കും പ്രാണൻ ധരിക്കുവാൻ സാധിക്കുകയില്ല. ഹേ ധർമ്മരാജാവേ, യമദണ്ഡ് കൊണ്ടുള്ള താടനത്താൽ രാവണൻ ഹതനായെന്നും വരാം, ഇല്ലെന്നും വരാം. രണ്ടായാലും എൻ്റെ വാക്ക് അസത്യമായി തീരും. ലങ്കേശ്വരന് വേണ്ടി ഓങ്ങിയ ഈ ദണ്ഡിനെ പിൻവലിക്കൂ. ഞാൻ ലോകത്തെ സംരക്ഷിക്കുന്നുണ്ട്. എൻ്റെ വാക്ക് അസത്യമാക്കരുത്. ധർമാത്മാവായ യമൻ പിതാമഹ വാക്കുകൾ കേട്ട് പറഞ്ഞു, ദേവ, ഇതാ ഞാൻ ആയുധത്തെ പിൻവലിച്ചു. ഞങ്ങൾക്കെല്ലാം ഉടയവനാണ് അവിടുന്ന്. അടരിൽ നേരിട്ട് നിൽക്കുന്ന എനിക്ക് എന്താണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുക? വരലാഭം കൊണ്ട് നിഗ്രഹിക്കുവാനും വയ്യ. ഇതാ ഞാൻ ഇവൻ്റെ മുന്നിൽ നിന്ന് മറയുകയാണ്. അത്ഭുതകരമായ മട്ടിൽ അശ്വങ്ങളും രഥവും സൂതനും അന്ധകനും കാണാതായി. ദശാസ്യൻ വിജയിയായി. തൻ്റെ പേർ വീണ്ടും വീണ്ടും കേൾപ്പിച്ചു. ആ പുഷ്പകത്തിൽ ആരോഹണം ചെയ്തു. ഹിമാലയത്തിൽ നിന്ന് മടങ്ങി ധർമ്മരാജാവ് വിധാതാവിനോടും അമരവൃന്ദങ്ങളോടും ഒന്നിച്ച് സന്തുഷ്ടരായി വിണ്ണുലകം പൂകി. ദേവഋഷി നാരദൻ അതിസന്തുഷ്ടനായി യാത്ര തിരിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.